മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, തോറ്റുപോകുമോ എന്നതിലല്ല, വിജയിച്ചു പോകുമോ എന്നോർത്താണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചിലരെങ്കിലും നിങ്ങളെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നത്. സ്ത്രീയുടെ പിശുക്ക് പുരുഷനെ രാജാവാക്കും, എന്നാൽ പുരുഷന്റെ പിശുക്ക് സ്ത്രീയെ യാചകയുമാക്കുന്നു. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ചിലർക്ക് അവരുടെ തീരുമാനങ്ങളും ചിന്തകളും അവരുടെ ശരികളും മാത്രമാണ് ശരി. പക്ഷേ അത് മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നതും ഹൃദയം തകർക്കുന്നതായാലും അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചേർത്ത് പിടിക്കാൻ നല്ലൊരു സ്നേഹമുണ്ടെങ്കിൽ, ആശ്വാസവാക്കുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ. ഭക്തരെ, സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിലാകും നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ. അവസാനം അതുമാത്രമോർത്ത് ഉള്ള സന്തോഷവും ഇല്ലാതാവുന്നു. മക്കൾക്കു വേണ്ടി കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൂടി കരുതി വയ്ക്കാതെ മക്കൾക്ക് മാത്രമായി കരുതി വയ്ക്കരുത്. നാളെ മക്കളുടെ കരുതൽ കരുതി വെച്ചതിനോട് മാത്രമായാൽ കരുതി വെച്ചവർ തെരുവിൽ അലയേണ്ടതായി വന്നേക്കാം. ഭക്തരെ, ഒരു നിമിഷം കൊണ്ട് തീരാവുന്ന പല കാര്യങ്ങളും ആജീവനാന്ത പ്രശ്നങ്ങളാകുന്നത് നിങ്ങളുടെ ചില വാക്കുകളുടെ പ്രയോഗം മൂലമാണ്. പല മുറിവുകൾക്കുള്ള മരുന്നാണ് സ്നേഹം. പക്ഷേ മരുന്നുകളൊക്കെ വിഫലമാകുന്നത് സ്നേഹം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ്. ഒന്നിനും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കുമെന്ന് ശപഥം ചെയ്യുക. പുറമേ കാണിക്കാത്ത സ്നേഹം, ചെലവഴിക്കപ്പെടാത്ത പണം, പകർന്നു കൊടുക്കാത്ത അറിവ്, പരിപോഷിപ്പിക്കാത്ത കഴിവ്, കരുണയില്ലാത്ത മനസ്സ്, ഉറവയില്ലാത്ത കിണർ, സ്നേഹമില്ലാത്ത മക്കൾ, ഇവയെല്ലാം ഒരുപോലെയാണ്. ഇവ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഈ ത്യാഗം സൗകര്യപൂർവ്വം മറക്കാനാണ് പലർക്കും ഇഷ്ടം. അതുകൊണ്ട് അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ സമയം കണ്ടെത്തുക. ഭക്തരെ, ആരോടും അമിതമായി സ്നേഹമോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി കിട്ടുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. നിങ്ങളെ ഉപദ്രവിച്ചവർക്കും പരിഹസിച്ചവർക്കും അവരുടെ കർമ്മഫലം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. കാരണം ദൈവം ക്ഷമിക്കുന്നു, എന്നാൽ കർമ്മ ക്ഷമിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ ഒരു നാളും പരാജയപ്പെടുകയില്ല. അവരുടെ ജയത്തെ തടയുവാൻ ആർക്കും കഴിയുകയുമില്ല. കാരണം അവരുടെ കൂടെ നിഴൽ പോലെ ദൈവമുണ്ടായിരിക്കും. ഭക്തരെ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമല്ല, ആവശ്യത്തിൽ കൂടുതൽ നല്ലവനായാലും വേദനിക്കേണ്ടി വന്നേക്കാം. സ്വന്തം ലാഭവും സന്തോഷവും മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതിനെ സ്നേഹം എന്നല്ല പറയേണ്ടത്, സ്വാർത്ഥത എന്നാണ്. ഭക്തരെ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.